ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ബൈക്കായാലും സ്കൂട്ടറായാലും ഏതായാലും നമ്മുടെ ടൂ വീലർ ഒരു സാരി ഉപയോഗിച്ച് ഫുള്ളായിട്ട് എങ്ങനെ മൂടി വെക്കാം എന്ന് നോക്കാം. ഞാൻ ഈ സാരി കൊണ്ട് തന്നെയാണ് എൻ്റെ ഈ ബൈക്ക് മൂടി വെക്കൽ. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാട്ടിത്തരാം. അപ്പോൾ അതിന് ഒരു സാരി എടുക്കുക. നമ്മൾ സാരി എടുത്തിട്ട് ഇങ്ങനെ രണ്ടായിട്ട് മടക്കുക. എന്നിട്ട് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ പിന്നില്ലേ, സേഫ്റ്റി പിന്ന്, ഈ സേഫ്റ്റി പിന്ന് കുത്തിയിട്ട് ഇവിടെ ജോയിൻ്റ് ആക്കുകയാണ് ചെയ്തത്. ഇവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ട്, അത് കുഴപ്പമില്ല. ഒന്ന് അങ്ങനെ 4 സേഫ്റ്റി പിന്ന് കുത്തിയിട്ട് ഇതിനെ ജോയിൻ്റ് ആക്കി. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മേൽഭാഗം മെഷീനിൽ അടിക്കാം. മെഷീനിൽ അടിച്ചിട്ട് കറക്റ്റ് നമ്മുടെ വണ്ടിയുടെ അളവ് എടുത്തിട്ട് അവിടം വരെ അടിച്ച്, അതുപോലെ തന്നെ ഈ ഭാഗവും അടിച്ച് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു കവർ പോലെ തന്നെ ആയി കിട്ടും. അപ്പോൾ നമുക്ക് മൂടാൻ എളുപ്പമുണ്ട്. പക്ഷെ ഞാൻ അതിന് നിന്നിട്ടില്ല, ഞാൻ ഇങ്ങനെ തന്നെയാണ് മൂടൽ. അപ്പോൾ ഇങ്ങനെ എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മെഷീനിൽ അടിച്ച് ലോക്ക് ചെയ്താലും നമുക്ക് ഇത് നല്ല കവർ പോലെ തന്നെ മൂടാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ ഇത് ഇങ്ങനെ എങ്ങനെയാണ് നമുക്ക് മൂടുന്നത് നോക്കാം. ഇത് സാധാരണ നമ്മളെ ബൈക്കിൻ്റെ കവർ ഇടുന്ന പോലെ തന്നെ ബൈക്കിൻ്റെ മേലെ ഇടുക. കണ്ടില്ലേ, നമ്മുടെ ബൈക്ക് മുഴുവനായിട്ടും കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ മേടിക്കുന്ന ഒരു കവർ കൊണ്ട് മൂടുന്ന പോലെ തന്നെ മുഴുവനായിട്ടും കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ വണ്ടി കഴുകിയിട്ട് ഷെഡിലൊക്കെ വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സാരി കൊണ്ട് മൂടിയിടുവാണെങ്കിലും പൊടിയൊന്നാവാതെ നല്ല വൃത്തിയായിട്ടിരിക്കും. കണ്ടില്ലേ, നമ്മളെ വണ്ടി മുഴുവനായിട്ടും കവർ ചെയ്തിട്ടുണ്ട്. ഒരു മേടിക്കുന്ന കവർ കൊണ്ട് നമ്മൾ മൂടുന്ന പോലെ തന്നെ മുഴുവനായിട്ടും കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ, നമ്മൾ അടിക്കുകയാണെങ്കിൽ, അതായത് മെഷീനും കൊണ്ട് ഈ വണ്ടിക്ക് കണക്കാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇത് അടിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതിപ്പോൾ ഒരു പ്രശ്നമൊന്നുമില്ല, എന്നാലും മെഷീൻ കൊണ്ട് കട്ട് ചെയ്ത് അടിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അവിടെ നിൽക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.